വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ റേഷനിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആക്റ്റീവൊക്കെ എടുക്കാൻ പോകുന്ന വീഡിയോസ് എല്ലാ ട്രെയിലറും നമുക്ക് റിയാക്ട് ചെയ്യാം, സിനിമസൊക്കെ കണ്ട് റിവ്യൂസ് ഒക്കെ ഇടാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് കാട്ടാളന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം റിലീസ് ആയതാണ്. അപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ പണ്ട് പാട്രിയറ്റും 2-3 ട്രെയിലറൊക്കെ വന്നിരുന്നു, എനിക്ക് ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇനി കാട്ടാളം കണ്ട് റിയാക്ട് ചെയ്യാം. നമ്മുടെ പെപ്പയുടെ അടുത്ത മൂവിയാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ള നടനാണ് പെപ്പ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഇട്ട് കൊണ്ടുപോകുന്നില്ല. ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നുള്ള കൊമ്പുകള കൊമ്പൊന്നിന് 3.5 കോടിയോളം വരും. എന്തായാലും ഹെവി സാധനം കേട്ടോ. 10-200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. എന്റെ അമ്മ നല്ല വയലൻസ് പടം ഫ്രം ദി ഡയറക്ടേഴ്സ് മാർക്കും. അപ്പൊ പറയാ വേണ്ട. മരണപ്പെട്ട അപ്പനു വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അപ്പൻ ആഗ്രഹിച്ചതെന്തോ. കട്ട വയലൻസ് പടട്ടോ. ഒരാൾ ഇറുക്കുമാരി, the notorious saint. ചെകുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം. അടിക്കുമ്പോ തല ചേർത്തടിക്കണം. ஆக்சுவலி நாம நினைச்ச மாதிரி இல்லை டி. എന്റെ മോനെ വയലൻസോ, എന്നെ വയലൻസ്. നിങ്ങൾക്കിത് ഹറാമായിരിക്കും, എനിക്കിത് ഹലാലാ. മെയ് മുംബൈ ഫിലിംസ്. തിയേറ്റർ കത്തിക്കാൻ പോണ അടുത്തൊരു സാധനം മിക്കാറും ഇതായിരിക്കും കേട്ടോ. കാരണം മാർഗോവേഷം അടുത്തൊരു അടിപൊളി വയലൻസ് മലയാളത്തിൽ മിക്കാറും ഈ സിനിമയായിരിക്കും മിക്കാറും എനിക്ക് തോന്നുന്നത്. എന്തായാലും പുള്ളി ഷെർമൂറിന്റെ സിനിമയിലോ. അപ്പോൾ നമുക്ക് എന്തായാലും സിനിമ വരട്ടെ. അപ്പൊ അടിപൊളിയായിരിക്കും. എന്തായാലും മെയിൽ കണ്ടപ്പോൾ എന്തായാലും റിവ്യൂ നമുക്ക് ഇടാം എന്തായാലും. അപ്പൊ നമുക്കിനി അടുത്ത ട്രെയിലർ വരുന്നവരെ വീഡിയോ അത് കഴിഞ്ഞ ശേഷം ഇടാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും